കുറച്ച് കുട്ടികൾ വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ചൈത്രശ്രീക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. തൻ്റെ സ്വർണ്ണ കമ്മലുകൾ ഊരി ഇതാ നൽകിയിരിക്കുകയാണ് ചുരൽമലയ്ക്കും മുണ്ടക്കൈക്കും വേണ്ടി. 8ാം ക്ലാസ്സുകാരനായ അലൻ ദേവ് ഏകദേശം ഒരു വർഷം ഇങ്ങനെ കുടുക്ക് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട വാങ്ങാനാണല്ലോ കുട്ടികൾ അങ്ങനെ കുടുക്കിയുമായിട്ടിരിക്കുക. പക്ഷേ ആ സമ്പാദ്യം മുഴുവൻ പ്രധാന അധ്യാപികയെ ഏൽപ്പിച്ചു. ഞങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ദുരന്ത സ്ഥലത്തേക്ക് ഒരു ആശ്വാസത്തിൻ്റെ കാഴ്ച എന്നവർ പറയുന്നു. പത്രത്തിലും വാർത്തകളിലെല്ലാം വയനാട് ദുരിതം കണ്ടിട്ട് വളരെ സങ്കടമായി എനിക്ക്. അതുമാത്രമല്ല, അന്നേരത്തെ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആ സമയത്താണ് എൻ്റെ കമ്മലുകളെ ഓർത്തത്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനോടും സമ്മതം ചോദിച്ചു. അവർക്ക് സമ്മതമാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത് ഞാൻ ക്ലാസ് ടീച്ചറായ എൻ്റെ ബൈജു സാറെ അറിയിച്ചു. അങ്ങനെ ഞാൻ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എൻ്റെ സ്വർണ്ണ കമ്മലുകൾ നൽകി. എന്ത് മിടുക്കിയായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ കുട്ടികളൊക്കെ. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർ പെരുമാറുന്നു എന്നതാണ്. നയൻതാര നമുക്കൊപ്പമുണ്ട്. നയൻതാര, നമ്മൾ കേട്ടൊരു വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. മറ്റൊന്ന്, അവിടുത്തെ കുട്ടികൾക്ക് നോട്ട് എഴുതി കൊടുക്കുന്നതല്ലേ ഒരു സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് നയൻതാര തന്നെയാണ് ആ വാർത്തയും പങ്കുവച്ചത്. അപ്പോൾ കുട്ടികൾ ഒന്നടങ്കം അവരുടെ ഒരു കുഞ്ഞ് ശരീരങ്ങളിൽ വലിയ മനസ്സുമായി ഇങ്ങനെ നിൽക്കുകയാണല്ലേ. വയനാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യണമെന്ന് കുട്ടികൾ വരെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കോഴിക്കോട് കുറ്റ്യാടി വട്ടോളി സംസ്കൃതം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ചൈത്രശ്രീയാണ്. അവർക്ക് തോന്നിയത്, പത്രങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകളുടെ സഹായ ഹസ്തങ്ങളുടെ വാർത്തകൾ. ഈ സമയത്താണ് കുട്ടിക്ക് തോന്നിയത് എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെയാണ് അവളുടെ സ്വർണ്ണ കമ്മലുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്തു. അധ്യാപകരാണ് ഇരുവരും. അവരോട് ചർച്ച ചെയ്തു. അവർ സമ്മതിച്ചു. അങ്ങനെ സ്കൂളിലെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. ക്ലാസ് ടീച്ചർ വഴി പ്രധാന അധ്യാപികയ്ക്ക് ഈ കമ്മലുകൾ കൈമാറുകയായിരുന്നു. സ്കൂളിലെ തന്നെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻ ദേവും ഇത്തരത്തിൽ തന്നെയാണ്. അവൻ്റെ ഒരു വർഷത്തിലേറെയായുള്ള അവൻ്റെ സമ്പാദ്യ കുടുക്ക, അവൻ എന്തിനൊക്കെയോ വേണ്ടി കരുതി വെച്ച പൈസയായിരിക്കാം, അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലെ ഉറ്റവർക്ക് വേണ്ടി കൈമാറണമെന്ന് അവനും ആഗ്രഹം തോന്നി. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ 2 വിദ്യാർത്ഥികളും അവരുടെ സ്വർണ്ണ കമ്മലും അതുപോലെ സമ്പാദ്യ കൊടുക്കുകയും നൽകുന്നത്. ഇങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ വയനാടിന് വേണ്ടി, വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ചു വരുന്നൊരു കാലഘട്ടമായി മാറി എന്നതിൽ വലിയ സന്തോഷം തോന്നുന്നു. അങ്ങനെ എല്ലാവരും വയനാടിനോടൊപ്പം പല വിധത്തിൽ പല രൂപത്തിൽ നിൽക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മലും കുടുക്കയും ഒക്കെ കുട്ടികളടക്കം നൽകുമ്പോൾ അതിൽ നിന്ന് ഒരു പൈസ പോലും അത് തെറ്റായ രീതിയിൽ പോകരുത്. കൃത്യമായി ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുക സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.